APCC അധ്യക്ഷൻ കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാനായി വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹം വോട്ട് ചെയ്ത് മടങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചേക്കാം. ഇന്നലെ അദ്ദേഹം ഉയർത്തിവിട്ട വിവാദം EP ജയരാജന്റെ പേര് പറഞ്ഞ് അദ്ദേഹം ഈ BJP-യിലേക്ക് ചേരാൻ പോകുന്ന വിവാദം ഉയർത്തിയത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. പിന്നീട് ശോഭാ സുരേന്ദ്രൻ അത് ശരിവെക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ EP-യെ വിമർശിക്കുന്നതും നമ്മൾ കാണുകയുണ്ടായി. അത്തരത്തിൽ വലിയ ഒരു രാഷ്ട്രീയ വിവാദം അത് വിട്ടതിന് ശേഷമാണ് സജീവമായി ചർച്ചയാക്കിയതിനു ശേഷമാണ് സുധാകരൻ കണ്ണൂരിൽ വോട്ട് ചെയ്യാനായി എത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പാർട്ടി പ്രവർത്തകരുടെ അകമ്പടിയോടെ APCC അധ്യക്ഷൻ കണ്ണൂർ MP K സുധാകരൻ വോട്ട് ചെയ്യാനായി ക്യൂവിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളെ കാണും. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നതിന് കാത്തിരുന്നു കാണണം. കാരണം മുഖ്യമന്ത്രി അടക്കം ജയരാജനെ വിമർശിച്ച, ജയരാജന്റെ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് ജയരാജനെ വിമർശിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അല്പസമയത്തിനകം അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി മടങ്ങും. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തലായി കണ്ണൂരിലെ ബൂത്തിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. സുധാകരൻ ക്യൂ നിന്ന് വോട്ട് ചെയ്യുകയാണ് എന്നുള്ളതാണ്. നമുക്ക് അതിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ സാഗൂതം നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിവാദം ഉയർത്തിയ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഈ വോട്ട് ചെയ്യാനായി എത്തുന്നത്. നമുക്ക് കോട്ടയം ജില്ലയിലേക്ക് ഒന്ന് പോകണം. കോട്ടയത്ത് 15,99,000, അതായത് 16 ലക്ഷത്തോളം ഫഹദ് ഫാസിലാണ്. നടൻ ഫഹദ് ഫാസിൽ വോട്ട് ചെയ്ത് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നടൻ ഫഹദ് ഫാസിൽ പിതാവ് ഫാസിലിനൊപ്പമാണ് വോട്ട് ചെയ്യാനായി എത്തി മടങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഫഹദ് ഫാസിൽ വോട്ട് ചെയ്ത് മടങ്ങുന്നു. VIP-കളടക്കം തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയാണ്, എല്ലാ VIP-കളും മിക്ക VIP-കളും വോട്ട് രേഖപ്പെടുത്തിയാണ് മടങ്ങുന്നത്. VIP-കളടക്കം സിനിമാ താരങ്ങളടക്കം വോട്ട് രേഖപ്പെടുത്തുന്നു. കോട്ടയം മണ്ഡലത്തിലേക്ക് ഒന്ന് പോകണം. K സുധാകരൻ വോട്ട് ചെയ്തു മടങ്ങുന്നു. കോട്ടയത്ത് വോട്ട് ചെയ്യാൻ പോകുന്നു K സുധാകരൻ. അദ്ദേഹത്തിൻ്റെ കണ്ണൂരിലെ ബൂത്തിൽ വോട്ട് ചെയ്ത് നമുക്കറിയാം. അവിടെ വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കണ്ണൂർ. ജയരാജനോട് ഏറ്റുമുട്ടുന്നു. MP ജയരാജനുമായാണ് സുധാകരൻ്റെ മത്സരം. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം. സംസ്ഥാനത്ത് ഇഞ്ചോടിഞ്ച് എന്ന് തന്നെ പറയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് കണ്ണൂർ. അവിടെ വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു. അതിനൊപ്പമാണ് സുധാകരൻ അഴിച്ചുവിട്ട ചില വിവാദങ്ങൾ. അത് ശക്തമായി തന്നെ വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ പ്രതിഫലിക്കും എന്നുള്ള ആശങ്ക LDF-നുള്ള പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. അല്പം മുമ്പ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ EP ജയരാജനെ വിമർശിച്ചതും നമ്മൾ കണ്ടിരുന്നു. കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട്, സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്ന സാമ്പത്തിക ശക്തികളുമായുള്ള കൂട്ടുകെട്ട് എന്തിന് എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തിയത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ വിവാദമായി ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമാണ് സുധാകരൻ നമ്മൾ സംസാരിച്ചേക്കാം ഒരുപക്ഷെ മാധ്യമങ്ങളോട്. ശ്രീത്തിലേക്കൊന്ന് പോകണം. ശ്രീത്ത്, ഏതാണ്ട് 16 ലക്ഷത്തോളം വോട്ടർമാർ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഒരു മണ്ഡലം, ഏതാണ്ട് അത്തരത്തിൽ പരിഗണിക്കപ്പെടാവുന്ന ഒരു മണ്ഡലമാണ് കോട്ടയം. അവിടെ 75.47% കഴിഞ്ഞ തവണത്തെ പോളിംഗ്. ഇത്തവണ അത്യന്തം വാശിയേറിയ കേരള കോൺഗ്രസുകൾ പരസ്പരം ഏറ്റുമുട്ടുന്ന തുഷാർ വെള്ളാപ്പള്ളിയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമുഖന്റെ സാന്നിധ്യമുള്ള മണ്ഡലമാണ്. അതനുസരിച്ചുള്ള പ്രതികരണം വോട്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടോ? തീർച്ചയായും രാവിലെ മുതൽ മികച്ച പോളിംഗ് തന്നെ കോട്ടയത്ത് ഏതാണ്ട് എല്ലായിടത്തും തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യ മണിക്കൂറിൽ കോട്ടയം നിയമസഭാ മണ്ഡലം, അതായത് ലോക്സഭാ മണ്ഡലത്തിലെ കോട്ടയം നിയോജക മണ്ഡലത്തിലായിരുന്നു ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് മണർകാട് ഗവൺമെൻറ് LP സ്കൂളിലാണ്. നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും. വലിയ തിരക്ക് ഇവിടെ തുടരുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. നീണ്ട ക്യൂ ആണ്, വോട്ടർമാരുടെ നീണ്ട ക്യൂ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സ്ത്രീകൾ എന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ലാതെ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി തേടാം എന്ന് കരുതുകയാണ്. കുറേ നേരമായോ വന്നിട്ട്? സ്ലോ ആണോ ഇവിടെ? അങ്ങനെ ഒരു കുറേ നേരമായോ എത്തിയിട്ട്? രാവിലെ തൊട്ട് എപ്പോഴാണ്? 8:45 വന്നാണോ? എന്താണ് അവർ പറയുന്നത്? എന്താണ് സ്ലോ ആവുന്നത്? കാരണങ്ങളൊന്നും അവർ പറയുന്നില്ല, പൊതുവെ താമസിക്കുകയാണ്. കഴിഞ്ഞ തവണ ഈ ബൂത്തിൽ ഭയങ്കര താമസമുണ്ടെന്ന് പറഞ്ഞു. അവസ്ഥ എന്താണ്? നിയമസഭ ഇലക്ഷൻ എന്താണ് ചേട്ടാ ഈ ബൂത്തിൽ മാത്രമേ? ഇവിടുത്തെ ഈ സ്റ്റാർട്ടിങ് പ്രോബ്ലമാണ്. ആളുകളൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് വോട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ പ്രോബ്ലമാണ് ഉദ്യോഗസ്ഥരുടെ ഒരു സ്ലോ. രഞ്ജിത്ത്, ഇതേതാണ്ട് വലിയ നീണ്ട നിരയാണ്. 83 നമ്പർ ബൂത്താണുള്ളത്. നേരത്തെ പറഞ്ഞതുവരൊക്കെ 8:45 എത്തിയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സമയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ നീണ്ട നിര തന്നെയുണ്ട്. നമുക്ക് ഇവരോട് വീണ്ടും ചോദിക്കും, കുറേ നേരം എപ്പോഴാണ് എത്തിയത്? കുറച്ച് നേരമേ ആയുള്ളൂ.
അതായത് ഈ പിൻഭാഗത്തുള്ളവർ എത്തിയിട്ട് കുറച്ചു നേരം ആയിട്ടുള്ളൂ. പക്ഷേ മുൻഭാഗത്തുള്ളവർ ഏതാണ്ട് കുറേ നേരമായി ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് 83-ാം നമ്പർ ബൂത്തിന്റെ 73-ാം നമ്പർ ബൂത്തിന്റെ ഒരു സാഹചര്യമാണ് ഈ പറയുന്നത്. ഇവിടെ അല്പസമയം മുമ്പ് പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ എത്തി അദ്ദേഹം പല പരാതികളും കളക്ടറെ വിളിച്ച് അറിയിക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ സമാനമായി ഈ ബൂത്തിൽ വലിയ മന്ദഗതിയിലായിരുന്നു. അതായത് ആൾക്കൂട്ടം വലുതായി ഉണ്ടാകുന്നു, പക്ഷേ വേഗത്തിൽ പോളിംഗ് നടക്കുന്നില്ല. അതുകൊണ്ട് പലരും മടങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരും മറ്റും ഈ MLA മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. രഞ്ജിത്ത്, ഒരു ആവേശകരമായ ഒരു കാഴ്ച പറഞ്ഞാൽ ഇത് ഒരു പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് സമാനമായി വലിയ ആവേശപൂർവ്വം ജനങ്ങൾ ബൂത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച കോട്ടയത്തുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. അത് പലയിടത്തും, അതായത് നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുത്താൽ അത് ഇഞ്ചോടിഞ്ച് എന്നൊക്കെ തന്നെ പറയാവുന്ന തരത്തിൽ ഓരോ മണ്ഡലങ്ങളും തമ്മിൽ വലിയ വാശിയോടെ പോളിംഗ് രേഖപ്പെടുത്തുന്നു. ആദ്യ മണിക്കൂറിൽ ഏതാണ്ട് കോട്ടയം നിയോജക മണ്ഡലമായിരുന്നു വളരെ ചെറിയ ശതമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നിൽ പോയത്. വൈക്കം തൊട്ട് പിന്നിലുണ്ടായിരുന്നു. എന്തായാലും ഈ അവസാന നിമിഷത്തേക്ക് വരുമ്പോൾ, അതായത് അവസാന നിമിഷമല്ല, ഈ 2 മണിക്കൂർ പിന്നിട്ട് 3 മണിക്കൂറിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ വലിയ തിരക്ക് തന്നെ തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോട്ടയത്ത് അതിതീവ്രമായ വാശിയുള്ള ഒരു പോരാട്ടം നടന്നൊരു തെരഞ്ഞെടുപ്പാണ് എന്നതും എടുത്ത് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിൽ ആ ഒരു വീറും വാശിയോടെ ഉള്ള തെരഞ്ഞെടുപ്പിനോട് വളരെ അനുകൂലമായി പ്രതികരിക്കുന്നു. പിറവത്തെ 11.46% ആണ് പോളിംഗ് ഉണ്ടായിരുന്നത്. ഈ കണക്കിൽ ശ്രീജിത്ത്, ഏതായാലും കോട്ടയത്തെ ജനങ്ങളും ശക്തമായി തന്നെ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. വലിയ തോതിൽ ജനങ്ങൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നു. സംസ്ഥാനമൊട്ടാകെ രാവിലെ മുതലുള്ള കാഴ്ച ഇത് തന്നെയാണ്. വലിയ തോതിൽ ജനങ്ങൾ ബൂത്തിലേക്ക് എത്തുന്നു, പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. സ്ത്രീകൾ അടക്കമുള്ളവർ ബൂത്തിലെത്തി വോട്ട് ചെയ്ത് മടങ്ങുന്നു. ഇത് UDF വിശ്വസിക്കുന്നത് തങ്ങൾക്ക് അനുകൂലമായ ട്രെൻഡിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അതേസമയം തകർപ്പൻ വിജയം സംസ്ഥാനത്ത് നേടുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെച്ചത്. അങ്ങനെ ഇരു മുന്നണികളും ഒപ്പം BJPക്കും തങ്ങളുടെ ആത്മവിശ്വാസത്തിന് ഈ ഘട്ടത്തിലും ഒട്ടും കുറവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വോട്ടർമാരുടെ നീണ്ട നിര മിക്ക ബൂത്തുകളിലും കാണുന്നുണ്ട്. തിരുവനന്തപുരത്തും എറണാകുളത്തും കോട്ടയത്തും ഒക്കെ ആയാൽ തന്നെ, ആറ്റിങ്ങിലും ഒക്കെ ആയാൽ തന്നെയും 12-13% മുകളിലേക്ക് കാര്യങ്ങൾ എത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന്